ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി സ്റ്റോറീസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കെമിക്കൽ പീലിംഗ് സെഷൻ വീട്ടിൽ എങ്ങനെ സ്വന്തമായി ചെയ്യാം, അതുപോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്കിൻ കെയറിനെ പറ്റിയിട്ടും കൂടിയാണ്. കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് സൊല്യൂഷനാണ്. അതെന്ന് പറയുന്നത് AHAൻ്റെയും BHAൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അത് നമ്മൾ ഫേസിൽ ഒരു ഫേസ് മാസ്ക് പോലെ ഒരു 10 മിനിറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കഴുകിക്കളയുകയാണ് ചെയ്യുന്നത്. ഇത് എന്തിനാണ് നമ്മൾ സ്കിന്നിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാനും, സ്കിൻ റെജുവിനേറ്റ് ചെയ്യാനും, സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും, അതുപോലെ സ്കിൻ ടെക്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും, പിന്നെ പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും കെയർ ചെയ്യാനും, പിന്നെ സ്കിന്നിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് ലൈറ്റൻ ചെയ്യാനും കൂടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇതിലൊരു ബിഗിനറാണ്, നമ്മൾ ഇതിന് മുന്നേ ഇതുപോലത്തെ AHA BHAs ഒന്നും സ്കിൻ കെയറിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കെമിക്കൽ പീലിംഗ് സെഷൻ നമുക്ക് വീട്ടിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്കിൻ കെയറിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലൈക്ക് AHAs ആൻഡ് BHAs നമ്മൾ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങുക എന്നാണ്. അപ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. അത് ആരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. നൈറ്റ് സ്കിൻ കെയർ വിത്ത് സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ഡെർമ എന്ന ബ്രാൻഡിൻ്റെ 15% AHA + 1% BHA ബിഗിനേഴ്സ് ഫേസ് പീലിംഗ് സൊല്യൂഷനാണ്. ഇതിനകത്ത് 5% ഗ്ലൈക്കോളിക് ആസിഡ്, 5% ലാക്റ്റിക് ആസിഡ്, 5% മാൻഡലിക് ആസിഡ് ആൻഡ് 1% സാലിസിലിക് ആസിഡ് ആണുള്ളത്. ഇതൊരു 30 ml പ്രോഡക്റ്റിന് 499 റുപ്പീസാണ് വരുന്നത്. നമ്മൾ വീക്ക്ലി വൺസ് ആണ് ഉപയോഗിക്കുന്നത്, അതും 10 മിനിറ്റ്സ് മാത്രം. ഈ പ്രോഡക്റ്റിലെ AHA അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡാണ്. അത് നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പ് ലെയറിൽ ആക്ട് ചെയ്തിട്ട് പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സിനെ വർക്ക് ചെയ്ത് അത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിലെ BHA അതായത് ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡാണ്. അത് നമ്മുടെ സ്കിന്നിലെ കുറച്ച് ഡീപ്പറായിട്ട് പെനട്രേറ്റ് ചെയ്തിട്ട് ആക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ സുഷിരങ്ങൾ അതായത് പോഴ്സിലെ ക്ലോഗ്ഡ് ആയിട്ടിരിക്കുന്ന പോഴ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ ഓയിൽ കൺട്രോളിനും, പിന്നെ ഇവൻച്വലി നമ്മുടെ സ്കിന്നിലെ പിമ്പിൾസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ഈ പീലിംഗ് സൊല്യൂഷൻ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈവനിങ് ടൈം അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അതും 10 മിനിറ്റ്സ് മാത്രം. നമ്മൾ ആദ്യം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഫേസ് നന്നായിട്ടൊരു സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായി മുഖം ഉണക്കി നല്ല തുടച്ചുണക്കിയതിന് ശേഷം നമ്മൾ ഈ പീലിംഗ് സൊല്യൂഷൻ ഒരു ഫേസ് മാസ്ക് പോലെ ജസ്റ്റ് ഒരു ലെയർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 10 മിനിറ്റ്സ്, അതിൽ കൂടുതൽ ആവാൻ പാടില്ല. 10 മിനിറ്റ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ അതിൽ കൂടുതലാവാൻ പാടില്ല. അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കഴുകി കളയുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഉറപ്പായിട്ടും ഒരു തിക്ക് ലെയർ ഓഫ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പിന്നെ ഈ പീലിംഗ് സൊല്യൂഷൻ നമുക്ക് കണ്ണിൻ്റെ ഏരിയ അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോസിൻ്റെ സൈഡിലൊക്കെ അവോയ്ഡ് ചെയ്യാം. അതൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു 2 ദിവസം മുന്നെങ്കിലും നമ്മൾ കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ. പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് മുഖത്തൊരു ഇങ്ങനെ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ കാണും. അത് നമ്മുടെ സ്കിന്നിൽ ആക്റ്റീവ് ആവുകയാണ്, അത് നോർമലാണ്. ഇനി നമുക്ക് പീലിംഗ് സെഷൻ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ സ്കിൻ എങ്ങനെ കെയർ ചെയ്യണമെന്ന് നോക്കാം. ഉറപ്പായിട്ടും ഡേ ടൈമിൽ ഒരു ബ്രോഡ് സ്പെക്ട്രം ഉള്ളൊരു സൺസ്ക്രീൻ ഉപയോഗിക്കണം. SPF 50+ മേലെയുള്ള സൺസ്ക്രീൻ നമ്മൾ വീട്ടിലാണെങ്കിലും പുറത്ത് പോയാലും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ഹോംലി സ്റ്റോറീസ്. ബൈ ബൈ, ടേക്ക് കെയർ.